ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ബിഗിനേഴ്സ്. ഇന്ന് നമ്മളൊരു റിവിഷൻ ക്ലാസ്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സാം അടുത്തെത്തിയിട്ടുണ്ട്. ഡിഗ്രി പ്രിലിംസും അതുപോലെ ഇനി വരാൻ പോകുന്ന എക്സാമുകൾക്കൊക്കെ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് ഇന്ത്യൻ ഭരണഘടനയുടെ മേധാവികളും അവരുടെ ആർട്ടിക്കിൾ. നമുക്കറിയാം, നമ്മളുടെ കുറേ മേധാവികളെക്കുറിച്ച് പഠിക്കാനുണ്ട്. അതുപോലെ കുറേ സംഘടനകളെ, ഭരണഘടനാ സ്ഥാപനങ്ങളെക്കുറിച്ച് പഠിക്കാനുണ്ട്. അവയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളുകളുമാണ് ഇന്നത്തെ റിവിഷൻ ക്ലാസ് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ്? രാഷ്ട്രപതി. നമ്മുടെ രാഷ്ട്രത്തിന്റെ തലവനാണ് ആരെന്ന് പറയുന്നത്? രാഷ്ട്രപതി എന്ന് പറയുന്നത്, അല്ലേ? അപ്പൊ ഇന്ത്യക്ക് ഒരു രാഷ്ട്രപതി ഉണ്ടായിരിക്കണം എന്ന് അനുശാസിക്കുന്ന ആർട്ടിക്കിൾ എത്രയാണ്? ആർട്ടിക്കിൾ 52 ഇന്ത്യക്ക് ഒരു രാഷ്ട്രപതി ഉണ്ടായിരിക്കണം എന്ന് അനുശാസിക്കുന്ന ആർട്ടിക്കിൾ. ഇനി രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ എത്രയാണ്? രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് 54 എന്ന് പറയുന്നത്. ഇനി അദ്ദേഹത്തിന്റെ കാലാവധിയെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ എത്രയാണ്? ആർട്ടിക്കിൾ 56 അദ്ദേഹത്തിന്റെ കാലാവധിയെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ. ഇമ്പോർട്ടൻ്റ് ആയത് മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ. ഇനി അദ്ദേഹത്തിന്റെ പ്രതിജ്ഞയെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ എത്രയാണ്? സത്യപ്രതിജ്ഞയെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 60 എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 60 എന്ന് പറയുന്നത്. ഇനി രാഷ്ട്രപതിയുടെ മാപ്പധികാരത്തെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ എത്രയാണ്? ആർട്ടിക്കിൾ 72 ആർട്ടിക്കിൾ 72 രാഷ്ട്രപതിയുടെ മാപ്പധികാരത്തെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ. ഇനി രാഷ്ട്രപതിയെ സഹായിക്കാനും ഉപദേശിക്കാനും മന്ത്രിസഭ വേണം എന്ന് പറയുന്ന ആർട്ടിക്കിൾ എത്രയാണ്? അതാണ് ആർട്ടിക്കിൾ 74 എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 74. ഇനി രാഷ്ട്രപതിയുടെ ഓർഡിനൻസ് അധികാരത്തെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ എത്രയാണ്? ആർട്ടിക്കിൾ 123 രാഷ്ട്രപതിയുടെ ഓർഡിനൻസ് അധികാരത്തെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. സുപ്രീം കോടതിയുമായി ആലോചിക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരത്തെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 143 എന്ന് പറയുന്നത്. ഒന്നുകൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാം, ആർട്ടിക്കിൾ 52 രാഷ്ട്രപതിയെ കുറിച്ച് പറയുന്നത്. അതുപോലെ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ എത്രയാണ്? ആർട്ടിക്കിൾ 54. ഇനി രാഷ്ട്രപതിയുടെ കാലാവധിയെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 56 എന്ന് പറയുന്നത്. രാഷ്ട്രപതിയുടെ പ്രതിജ്ഞയെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 60 എന്ന് പറയുന്നത്. രാഷ്ട്രപതിയുടെ മാപ്പധികാരത്തെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ എത്രയാണ്? ആർട്ടിക്കിൾ 72 രാഷ്ട്രപതിയുടെ മാപ്പധികാരത്തെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. ഇനി രാഷ്ട്രപതിയെ സഹായിക്കാനും ഉപദേശിക്കാനും ഒരു മന്ത്രിസഭ വേണമെന്ന് പറയുന്ന ആർട്ടിക്കിൾ എത്രയാണ്? അത് ആർട്ടിക്കിൾ 74. രാഷ്ട്രപതിയുടെ ഓർഡിനൻസ് അധികാരത്തെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ എത്രയാണ്? ആർട്ടിക്കിൾ 123 രാഷ്ട്രപതിയുടെ ഓർഡിനൻസ് അധികാരത്തെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ. ഇനി സുപ്രീം കോടതിയുമായി ആലോചിക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരത്തെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 143 എന്ന് പറയുന്നത്. ഇതാണ് രാഷ്ട്രപതിയെ കുറിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിളുകൾ എന്ന് പറയുന്നത്. അടുത്തതാണ് ഉപരാഷ്ട്രപതി എന്ന് പറയുന്നത്. ഇനി ഇന്ത്യക്ക് ഒരു ഉപരാഷ്ട്രപതി ഉണ്ടായിരിക്കണം എന്ന് അനുശാസിക്കുന്ന ആർട്ടിക്കിൾ എത്രയാണ്? ആർട്ടിക്കിൾ 63 ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ എത്രയാണ്? ആർട്ടിക്കിൾ 63. ഈ ഉപരാഷ്ട്രപതി രാജ്യസഭ ചെയർമാൻ ആയിരിക്കണം എന്ന് പറയുന്ന ആർട്ടിക്കിൾ എത്രയാണ്? ആർട്ടിക്കിൾ 64. ഈ ഉപരാഷ്ട്രപതി രാജ്യസഭ ചെയർമാൻ ആയിരിക്കണം എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 64 എന്ന് പറയുന്നത്. ഇനി ഉപരാഷ്ട്രപതി രാഷ്ട്രപതിയുടെ ചുമതലകൾ നിർവഹിക്കുന്നത് ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്? 65. നമുക്കറിയാം, അല്ലെ? രാഷ്ട്രപതി ഇല്ലാത്ത സമയങ്ങളിൽ രാഷ്ട്രപതിയുടെ ചുമതല കൂടി ആര് നിർവഹിക്കേണ്ടതുണ്ട്? ഉപരാഷ്ട്രപതി നിർവഹിക്കേണ്ടതുണ്ട്. അതിനെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 65. ഇനി ഉപരാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 66 എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ കാലാവധിയെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 67. ഉപരാഷ്ട്രപതിയുടെ കാലാവധിയെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 67. ഇനി ഉപരാഷ്ട്രപതിയുടെ പ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ എത്രയാണ്? ആർട്ടിക്കിൾ 69. അപ്പോൾ ഒന്നുകൂടെ നോക്കാം, ഇമ്പോർട്ടൻ്റ് ആയത് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ഇന്ത്യക്ക് ഒരു ഉപരാഷ്ട്രപതി വേണമെന്ന് പറയുന്ന ആർട്ടിക്കിൾ 63. അദ്ദേഹം രാജ്യസഭ ചെയർമാൻ ആയിരിക്കുമെന്ന് പറയുന്നത് 64. അതുപോലെ ഉപരാഷ്ട്രപതി രാഷ്ട്രപതിയുടെ ചുമതലകൾ നിർവഹിക്കുമെന്ന് പറയുന്നത് എത്രയാണ്? 65. ഉപരാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയുന്നത് എത്രയാണ്? 66. ഉപരാഷ്ട്രപതിയുടെ ഔദ്യോഗിക കാലാവധിയെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 67. ഉപരാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 69. ഇനി ഉപരാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 71 എന്ന് പറയുന്നത്. ഇതാണ് നമുക്ക് എന്തിനെ കുറിച്ച് പറയാനുള്ളത്? ഉപരാഷ്ട്രപതിയെ കുറിച്ച് പറയാനുള്ളത്. ഇനി അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു വ്യക്തിയാണ് ആര് എന്ന് പറയുന്നത്? പ്രധാനമന്ത്രി എന്ന് പറയുന്നത്. നമ്മൾ
നേരത്തെ ഒരു ക്ലാസ് എടുത്തതിൽ ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ 25 വയസ്സായിരിക്കണം പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെടാനുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ നമ്മൾ. ഓക്കെ, നമുക്ക് ഇനി പ്രധാനമന്ത്രിയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളുകൾ നോക്കാം. നമുക്ക് പ്രധാനമന്ത്രിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ എത്രയാണെന്ന് ചോദിച്ചാൽ അത് 75 ഇനി രാഷ്ട്രപതിയെ സഹായിക്കാനും ഉപദേശിക്കാനും പ്രധാനമന്ത്രി നയിക്കുന്ന മന്ത്രിസഭ വേണമെന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 74 എന്ന് പറയുന്നത്. അതായത് മന്ത്രിസഭയുടെ തലവനായിട്ട് പ്രധാനമന്ത്രി വേണമെന്ന് പറയുന്ന ആർട്ടിക്കിളാണ് 75. രാഷ്ട്രപതിയെ സഹായിക്കാനും ഉപദേശിക്കാനും പ്രധാനമന്ത്രി നയിക്കുന്ന മന്ത്രിസഭ വേണം എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 74 എന്ന് പറയുന്നത്. രാഷ്ട്രപതിക്ക് വിവരങ്ങൾ നൽകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രധാനമന്ത്രിയുടെ കർത്തവ്യങ്ങളെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 78 എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ആർട്ടിക്കിൾ 74 എന്താ പറയുന്നത്? രാഷ്ട്രപതിയെ സഹായിക്കാനും ഉപദേശിക്കാനും പ്രധാനമന്ത്രി നയിക്കുന്ന ഒരു മന്ത്രിസഭ വേണം എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 74 എന്ന് പറയുന്നത്. രാഷ്ട്രപതി എന്ത് ചെയ്യണം? ഈ മന്ത്രിസഭയുടെ നിർദ്ദേശം അനുസരിച്ചിട്ട് വേണം അദ്ദേഹം എന്ത് ചെയ്യാന്? പ്രവർത്തിക്കാന്. പ്രധാനമന്ത്രിയെ 75 ആർട്ടിക്കിൾ പ്രകാരമാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞു? പ്രധാനമന്ത്രിയെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 75 എന്ന് പറഞ്ഞു അല്ലെ. ഈ 75 പ്രകാരം പ്രധാനമന്ത്രിയെയും മറ്റു മന്ത്രിമാരെയും എല്ലാം നിയമിക്കുന്നത് ആരാണ്? അത് രാഷ്ട്രപതിയാണ്. അപ്പോൾ 75 പ്രകാരമാണ് ആരെ നിയമിക്കുന്നത്? പ്രധാനമന്ത്രിയെ നിയമിക്കുന്നത്. ഇനി രാഷ്ട്രപതിക്ക് വിവരങ്ങൾ നൽകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രധാനമന്ത്രിയുടെ കർത്തവ്യങ്ങളെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 78. ഇന്ത്യ ഗവൺമെന്റിന്റെ കാര്യങ്ങളിലുള്ള പ്രധാനമന്ത്രിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 77 എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അതുപോലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ് എന്ത് എന്ന് പറയുന്നത്? ഗവർണർ എന്ന് പറയുന്നത് അല്ലേ. നമ്മുടെ ഭരണഘടനയിൽ ഗവർണറെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് എത്രയാണ് എന്ന് ചോദിച്ചാൽ അത് ആർട്ടിക്കിൾ 153 എത്രയാണ്? 153. സംസ്ഥാന ഗവർണർമാരെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 153 എന്ന് പറയുന്നത്. ആ ഗവർണറിലായിരിക്കണം സംസ്ഥാനത്തിന്റെ എക്സിക്യൂട്ടീവ് അധികാരം എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 154. ഇനി ഗവർണറുടെ നിയമനത്തെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 155. അദ്ദേഹത്തിന്റെ കാലാവധിയെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 156. പിന്നെ അദ്ദേഹത്തിന്റെ യോഗ്യതയെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ എത്രയാണ്? ആർട്ടിക്കിൾ 157. ഇനി അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞയെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 159. രാഷ്ട്രപതി പറഞ്ഞപ്പോൾ മാപ്പധികാരത്തെ കുറിച്ച് പറഞ്ഞു. രാഷ്ട്രപതിയുടെ മാപ്പധികാരം ആർട്ടിക്കിൾ 72 എന്ന് പറഞ്ഞു അല്ലെ. അതുപോലെ ഗവർണറുടെ മാപ്പധികാരത്തെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 161 എന്ന് പറയുന്ന ആർട്ടിക്കിൾ 161 പറയുന്നത്. അതുപോലെ തന്നെ ഗവർണറെ സഹായിക്കാനും ഉപദേശിക്കാനും ഒരു മന്ത്രിസഭ വേണം എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 163 എന്ന് പറയുന്നത്. ഓർഡിനൻസുകൾ പുറപ്പെടുവിക്കാനുള്ള ഗവർണറുടെ അധികാരത്തെ കുറിച്ച് പറയുന്നതാണ് 213 എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 213 എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ രാഷ്ട്രപതിയുടെ പറഞ്ഞപ്പോൾ 123 ആർട്ടിക്കിൾ ഓർഡിനൻസുമായി ബന്ധപ്പെട്ട് പറഞ്ഞല്ലേ. അപ്പോൾ ഗവർണറുടെ പറയുമ്പോൾ എത്രയാണ്? 213 ഗവർണറുടെ ആർട്ടിക്കിൾ വരുന്നത്. അപ്പോൾ ഗവർണർ ഒന്നുകൂടെ പറയാം. സംസ്ഥാനങ്ങൾക്ക് ഒരു ഗവർണർ വേണമെന്ന് പറയുന്ന ആർട്ടിക്കിളാണ് 153. സംസ്ഥാനത്തിന്റെ എക്സിക്യൂട്ടീവ് അധികാരം ഗവർണറിലായിരിക്കും എന്ന് പറയുന്നതാണ് 154. ഗവർണറുടെ നിയമനത്തെ കുറിച്ച് പറയുന്നതാണ് ആർട്ടിക്കിൾ 155. ഗവർണറുടെ കാലാവധിയെ കുറിച്ച് പറയുന്നതാണ് ആർട്ടിക്കിൾ 156. ഇനി ഗവർണറെ നിയമിക്കുന്നതിനുള്ള യോഗ്യതകളെ കുറിച്ച് പറയുന്നതാണ് ആർട്ടിക്കിൾ 157. ഇനി ഗവർണറുടെ സത്യപ്രതിജ്ഞയെ കുറിച്ച് പറയുന്നതാണ് ആർട്ടിക്കിൾ 159. ഇനി മാപ്പ് അനുവദിക്കാനുള്ള ഗവർണറുടെ അധികാരത്തെ കുറിച്ച് പറയുന്നതാണ് ആർട്ടിക്കിൾ 161 എന്ന് പറയുന്നത്. ഇനി ഗവർണറെ സഹായിക്കാനും ഉപദേശിക്കാനും ഒരു മന്ത്രിസഭ വേണമെന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 163 എന്ന് പറയുന്ന ആർട്ടിക്കിൾ 163 എന്ന് പറയുന്നത്. ഓർഡിനൻസുകൾ പ്രഖ്യാപിക്കാനുള്ള ഗവർണറുടെ അധികാരത്തെ കുറിച്ച് പറയുന്നതാണ് ആർട്ടിക്കിൾ 213 എന്ന് പറയുന്നത്. ഓർഡിനൻസുകൾ പുറപ്പെടുവിക്കാനുള്ള ഗവർണറുടെ അധികാരത്തെ കുറിച്ച് പറയുന്നതാണ് ആർട്ടിക്കിൾ 213 എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക് തന്നെയാണ് മുഖ്യമന്ത്രി. ആർട്ടിക്കിൾ 164 പ്രകാരമാണ് മുഖ്യമന്ത്രിയെ ആര് നിയമിക്കുന്നത്?
ഗവർണർ നിയമിക്കുന്നത്. ഇനി ഗവർണറെ സഹായിക്കാനും ഉപദേശിക്കാനും മന്ത്രിമാരുടെ കൗൺസിൽ വേണമെന്ന് നമ്മൾ നേരത്തെ എന്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗവർണറുടെ ആർട്ടിക്കിളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അതാണ് ആർട്ടിക്കിൾ 163 എന്ന് പറയുന്നത്. ഈ മന്ത്രിമാർക്ക് ഒരു തലവനായിട്ട് മുഖ്യമന്ത്രി ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അതാണ് ആർട്ടിക്കിൾ 164 പറയുന്നത്. അപ്പോൾ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ എത്രയാണ്? 164 ഗവർണറെ സഹായിക്കാനും ഉപദേശിക്കാനും മന്ത്രിമാരുടെ കൗൺസിൽ വേണമെന്ന് ചോദിക്കുകയാണ് പറഞ്ഞാൽ അത് 163. ഈ സംസ്ഥാന സർക്കാരിന്റെ ഭരണ നടത്തിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിൾ ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ആർട്ടിക്കിൾ 166. ഗവർണർക്ക് വിവരങ്ങൾ നൽകുന്നതുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ ചുമതലകളെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 167 എന്ന് പറയുന്നത്. ഒന്നുകൂടെ നമുക്ക് നോക്കാം. 164 മുഖ്യമന്ത്രിയെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. 164 പ്രകാരമാണ് മുഖ്യമന്ത്രിയെ ഗവർണർ നിയമിക്കുന്നത്. 163 എന്താണ് പറയുന്നത്? ഗവർണറെ സഹായിക്കാനും ഉപദേശിക്കാനും ഒരു മന്ത്രിമാരുടെ കൗൺസിൽ, അതായത് മുഖ്യമന്ത്രി തലവനായ ഒരു മന്ത്രിമാരുടെ കൗൺസിലെ കുറിച്ച് പറയുന്നതാണ് എന്ത്? ആർട്ടിക്കിൾ 163 എന്ന് പറയുന്നത്. ഒരു സംസ്ഥാന സർക്കാരിന്റെ ഭരണകാര്യങ്ങളുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 166. ഗവർണർക്ക് വിവരങ്ങൾ നൽകുന്നതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ചുമതലകളുമായി ബന്ധപ്പെട്ട് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 167 എന്ന് പറയുന്നത്. അടുത്തത് സുപ്രീം കോടതി. അപ്പം ഇനി ഈ സുപ്രീം കോടതിയെ കുറിച്ച് പറയുന്ന ഭരണഘടനയെ പറയുന്നത് എത്രാം ഭാഗത്തിലാണെന്ന് ചോദിച്ചാൽ ഭാഗം 5 ആർട്ടിക്കിൾ 124 മുതൽ 147 വരെയാണ് സുപ്രീം കോടതിയുടെ നിർമ്മാണം, സ്വാതന്ത്ര്യം, അധികാരപരിധി, അതുപോലെ അധികാരം, നടപടിക്രമങ്ങൾ എന്നിവയെക്കുറിച്ചെല്ലാം പറയുന്നത്. എത്ര മുതൽ എത്ര വരെയാണ്? ആർട്ടിക്കിൾ 124 മുതൽ 147 വരെയാണ് സുപ്രീം കോടതിയുടെ അധികാരങ്ങളെ കുറിച്ച് ഭരണഘടനയിൽ പറയുന്നത്. ഏത് ഭാഗത്തിലാണ് പറയുന്നത്? ഭാഗം 5 അത് പറയുന്നത്. ഭാഗം 5 സുപ്രീം കോടതിയെ കുറിച്ചിട്ട് പ്രതിപാദിക്കുന്നത്. ഇനി സുപ്രീം കോടതിയുടെ ഭരണഘടനാപരമായ കാര്യങ്ങളുടെ ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ട് നമുക്ക് നോക്കാം. ആർട്ടിക്കിൾ 132 ഭരണഘടനാപരമായ കേസുകളിൽ സുപ്രീം കോടതിയുടെ അപ്പീൽ അധികാര പരിധിയെ കുറിച്ച് പറയുന്നത്. ആർട്ടിക്കിൾ 132 എന്താ പറയുന്നത്? ഭരണഘടനാപരമായ കേസുകളിൽ സുപ്രീം കോടതിയുടെ അപ്പീൽ അധികാര പരിധിയെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 132. ഇനി ആർട്ടിക്കിൾ 133 സിവിൽ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ഹൈക്കോടതികളിൽ നിന്നുള്ള അപ്പീലുകളിൽ സുപ്രീം കോടതിയുടെ അപ്പീൽ അധികാര പരിധിയെ കുറിച്ച് പറയുന്നത് 133. നേരത്തെ 132 എന്താ പറഞ്ഞത്? ഭരണഘടനാപരമായ കേസുകളിൽ സുപ്രീം കോടതിയുടെ അപ്പീൽ അധികാര പരിധിയെ കുറിച്ച്. 133 ഹൈക്കോടതികളിൽ നിന്നുള്ള അപ്പീലുകളിൽ സുപ്രീം കോടതിയുടെ അപ്പീൽ അധികാര പരിധിയെ കുറിച്ചിട്ടാണ് 133 പറയുന്നത്. ഇനി 134 എന്താ പറയുന്നത്? ക്രിമിനൽ വിഷയങ്ങളിൽ സുപ്രീം കോടതിയുടെ അപ്പീൽ അധികാര പരിധിയെ കുറിച്ചിട്ടാണ് ആർട്ടിക്കിൾ 134 പറയുന്നത്. ഇനി ആർട്ടിക്കിൾ 136 എന്താ പറയുന്നത്? സുപ്രീം കോടതി അപ്പീൽ നൽകാനുള്ള പ്രത്യേക അനുമതിയെ കുറിച്ച് പറയുന്നതാണ് ആർട്ടിക്കിൾ 136 എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 136 എന്ന് പറയുന്നത്. അടുത്തത് ഹൈക്കോടതി. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 214 പ്രകാരം ഓരോ സംസ്ഥാനത്തും ഒരു ഹൈക്കോടതി ഉണ്ടായിരിക്കണമെന്ന് വ്യവസ്ഥ ചെയ്യുന്നു. ഏത് പ്രകാരമാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 214 പ്രകാരമാണ്. ആർട്ടിക്കിൾ 214 പ്രകാരമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 216 അനുസരിച്ച് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസും കാലാകാലങ്ങളിൽ ആവശ്യമെന്ന് രാഷ്ട്രപതി കരുതുന്ന മറ്റു ജഡ്ജിമാരും ഉൾക്കൊള്ളുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 214 പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്? 214 പ്രകാരമാണ് ഓരോ സംസ്ഥാനത്തും ഹൈക്കോടതി ഉണ്ടായിരിക്കണമെന്ന് വ്യവസ്ഥ ചെയ്യുന്നത്. ഇനി ആർട്ടിക്കിൾ 231 എന്താ പറയുന്നത്? 231 പ്രകാരം 2ഓ അതിലധികമോ സംസ്ഥാനങ്ങൾക്ക് ഒരു പൊതു ഹൈക്കോടതി സ്ഥാപിക്കാൻ പാർലമെന്റിന് അധികാരമുണ്ട് എന്ന് പറയുന്നതാണ് 231. അപ്പോൾ ആർട്ടിക്കിൾ 214 ഹൈക്കോടതികളെ കുറിച്ചും ആർട്ടിക്കിൾ 231 പ്രകാരം 2ഓ അതിലധികമോ സംസ്ഥാനങ്ങൾക്ക് പൊതുവായ ഒരു ഹൈക്കോടതി ഉണ്ടാവാമെന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 231 എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 216 എന്താ പറയുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 216 അനുസരിച്ച് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസും കാലാകാലങ്ങളിൽ ആവശ്യമെന്ന് രാഷ്ട്രപതി കരുതുന്ന മറ്റു ജഡ്ജിമാരും ഉൾക്കൊള്ളുന്നതിനെ കുറിച്ചിട്ടാണ് ആർട്ടിക്കിൾ 216 പറയുന്നത്. ഹൈക്കോടതി ജഡ്ജിമാരുടെ സത്യപ്രതിജ്ഞയെ കുറിച്ച് പറയുന്നത് ഏതാണ്? സത്യപ്രതിജ്ഞയെ കുറിച്ച് പറയുന്നതാണ് ആർട്ടിക്കിൾ 219 എന്ന് പറയുന്നത്. സത്യപ്രതിജ്ഞയെ കുറിച്ച് പറയുന്നത് എന്താണ്? ആർട്ടിക്കിൾ 219.
അതുപോലെ അവരുടെ സ്ഥലം മാറ്റത്തെ കുറിച്ച് പറയുന്നതാണ് ആർട്ടിക്കിൾ 222 എന്ന് പറയുന്ന ആർട്ടിക്കിൾ 222 എന്ന് പറയുന്നത് അവരുടെ സ്ഥലം മാറ്റത്തെ കുറിച്ച് പറയുന്നതാണ് ആർട്ടിക്കിൾ 222 എന്ന് പറയുന്നത്. പിന്നെ ആർട്ടിക്കിൾ 221 എന്താ പറയുന്നത്, അവരുടെ ജഡ്ജിമാരുടെ സാലറിയെ കുറിച്ച് പറയുന്നതാണ് ആർട്ടിക്കിൾ 221 എന്ന് പറയുന്നത്. ആക്ടിംഗ് ജഡ്ജിമാരെ കുറിച്ച് പറയുന്നതാണ് ആർട്ടിക്കിൾ 224. ഇനി അടുത്തത് അറ്റോർണി ജനറൽ. ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ് അറ്റോർണി ജനറൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയുടെ അറ്റോർണി ജനറൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യയുടെ രാജ്യത്തെ ഏറ്റവും ഉയർന്ന നിയമ ഉദ്യോഗസ്ഥനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അറ്റോർണി ജനറൽ എന്ന് പറയുന്നത്. രാജ്യത്തെ ഏറ്റവും ഉയർന്ന നിയമ ഉദ്യോഗസ്ഥനാണ് അറ്റോർണി ജനറൽ. അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ എത്രയാണ്? ആർട്ടിക്കിൾ 76 അറ്റോർണി ജനറലിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ. യൂണിയൻ എക്സിക്യൂട്ടീവിൽ ആരൊക്കെയാണ് ഉൾപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, മന്ത്രിസഭ കൂടാതെ ആരും അതിൽ ഉൾപ്പെടുന്നുണ്ട്? ഇന്ത്യയുടെ അറ്റോർണി ജനറലും കൂടി യൂണിയൻ എക്സിക്യൂട്ടീവിൽ ഉൾപ്പെടാറുണ്ട്. അപ്പോൾ അറ്റോർണി ജനറലെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 76 എന്ന് പറയുന്നത്. പാർലമെന്റിലെ സഭകളും അവയുടെ കമ്മിറ്റികളുമായി ബന്ധപ്പെട്ട അറ്റോർണി ജനറലിന് ലഭ്യമാകുന്ന അവകാശങ്ങളെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 88 എന്ന് പറയുന്നത്. അറ്റോർണി ജനറലിന്റെ അധികാരങ്ങളും പ്രതിരോധങ്ങളും പ്രത്യേക അവകാശങ്ങളെയും കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 105 എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 105 എന്ന് പറയുന്നത് എന്താണ്? ഈ അറ്റോർണി ജനറലിന്റെ ചുമതല എന്ന് പറയുന്നത് രാഷ്ട്രപതി നിർദ്ദേശിക്കുന്ന നിയമപരമായ കാര്യങ്ങളിൽ ഇന്ത്യ ഗവൺമെന്റിന് ഉപദേശം നൽകുക എന്നതാണ് അറ്റോർണി ജനറലിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത്. അത് മാത്രമല്ല, പിന്നെ എന്തൊക്കെയുണ്ട്? ഇന്ത്യ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിലെ എല്ലാ കേസുകളിലും ഇന്ത്യൻ സർക്കാരിന് വേണ്ടി ഹാജരാവുക എന്നത് ആരുടെ ചുമതലയാണ്? അറ്റോർണി ജനറലിന്റെ ചുമതലയാണ്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 143 പ്രകാരമാണ് രാഷ്ട്രപതി സുപ്രീം കോടതിയിൽ നടത്തുന്ന ഏത് പരാമർശത്തിലും ഇന്ത്യൻ സർക്കാരിനെ പ്രതിനിധീകരിക്കുക എന്നത്. അറ്റോർണി ജനറൽ ഏതുമായി ബന്ധപ്പെട്ടതാണ്? ആർട്ടിക്കിൾ 143 ബന്ധപ്പെട്ടതാണ്. അത് പ്രകാരം രാഷ്ട്രപതി സുപ്രീം കോടതിയിൽ നടത്തുന്ന ഏത് പരാമർശത്തിലും ഇന്ത്യൻ സർക്കാരിനെ പ്രതിനിധീകരിക്കുക ആരായിരിക്കും? അറ്റോർണി ജനറൽ ആയിരിക്കും. അദ്ദേഹത്തിന് പാർലമെന്റിന്റെ ഇരു സഭകളിലും അല്ലെങ്കിൽ അവരുടെ സംയുക്ത സമ്മേളനങ്ങളും അംഗമാവാനും നാമകരണം ചെയ്യപ്പെട്ട പാർലമെന്റിലെ ഏതെങ്കിലും കമ്മിറ്റിയുടെയും നടപടികൾ സംസാരിക്കാനും പങ്കെടുക്കാനും ആർക്ക് അധികാരമുണ്ട്? അറ്റോർണി ജനറലിന് അധികാരമുണ്ട്. അപ്പൊ നമ്മൾ പറയും എല്ലാത്തിലും പങ്കെടുക്കാൻ അധികാരമുണ്ട്, കാരണം വോട്ട് അധികാരം ഉണ്ട് എന്ന് വിചാരിക്കും. പക്ഷെ അദ്ദേഹത്തിന് വോട്ട് അധികാരമില്ല. ഏതോ ഒരു PSC എക്സാമിന് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, പ്രസ്താവന ക്വസ്റ്റ്യനിലാണ്. അദ്ദേഹത്തിന് വോട്ട് ചെയ്യാനുള്ള അവകാശം ഇല്ല. അത് മാത്രം ഒന്ന് ഓർത്തു വയ്ക്കുക. അടുത്തത് അഡ്വക്കേറ്റ് ജനറൽ. ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ്. അറ്റോർണി ജനറലിനെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ് അഡ്വക്കേറ്റ് ജനറൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ അറ്റോർണി ജനറൽ പോലെ തന്നെയാണ് എന്ത് എന്ന് പറയുന്നത്? അഡ്വക്കേറ്റ് ജനറൽ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞ ഇന്ത്യയുടെ വലിയ നിയമ ഉദ്യോഗസ്ഥനാണ് അറ്റോർണി ജനറൽ എന്ന് പറഞ്ഞത്. അപ്പോൾ ആ അറ്റോർണി ജനറലിന് സമാനമായി സംസ്ഥാന തലത്തിലുള്ള ആളാണ് എന്ത് എന്ന് പറയുന്നത്? അഡ്വക്കേറ്റ് ജനറൽ എന്ന് പറയുന്നത്. സംസ്ഥാന സർക്കാരിന്റെ നിയമോപദേശകനായി പ്രവർത്തിക്കുന്ന മുതിർന്ന നിയമോദ്യോഗസ്ഥനാണ് അഡ്വക്കേറ്റ് ജനറൽ എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 165 പ്രകാരമാണ് അഡ്വക്കേറ്റ് ജനറലിനെ നിയമിക്കുന്നത്. അപ്പൊ എത്രയാണ് ആർട്ടിക്കിൾ? ആർട്ടിക്കിൾ 165 അതാത് സംസ്ഥാനങ്ങളിലെ ഗവർണർമാരാണ് ആരെ നിയമിക്കുന്നത്? അഡ്വക്കേറ്റ് ജനറലിനെ നിയമിക്കുന്നത് അതാത് സംസ്ഥാനങ്ങളിലെ ഗവർണറാണ്. ഇതിനുള്ള യോഗ്യത എന്ന് പറയുന്നത് ഹൈക്കോടതി ജഡ്ജിയുടെ സമാനമായ യോഗ്യത എന്തിനു വേണം? ഈ അഡ്വക്കേറ്റ് ജനറൽ ആവാൻ വേണം. അഡ്വക്കേറ്റ് ജനറലിന്റെ അധികാരങ്ങളും പ്രതിരോധങ്ങളും പ്രത്യേക അവകാശങ്ങളെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 194 എന്ന് പറയുന്ന ആർട്ടിക്കിൾ 194 എന്ന് പറയുന്നത്. അടുത്തൊരു ടോപ്പിക്കാണ് CAG എന്ന് പറയുന്ന കൺട്രോൾ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്ന് പറയുന്നത്. അദ്ദേഹത്തെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് എത്രയാണ്? ആർട്ടിക്കിൾ 148 പ്രകാരമാണ് കൺട്രോൾ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ സ്വതന്ത്ര കാര്യാലയം ഇന്ത്യൻ ഭരണഘടന സ്ഥാപിച്ചിട്ടുള്ളത്. ആർട്ടിക്കിൾ 148 പ്രകാരമാണ് ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് വകുപ്പിന്റെ തലവനായും പൊതുഖജനാവിന്റെ രക്ഷാധികാരിയായും പ്രവർത്തിക്കുന്നത് ആരാണ്? കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആണ്. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആണ്. പിന്നെ അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞ, നിയമനം എന്നിവയെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് 148 എന്ന് പറയുന്നത്.
അദ്ദേഹത്തിന്റെ ചുമതലകളും അധികാരങ്ങളെയും കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ എത്രയാണ്? ആർട്ടിക്കിൾ 149 CAGയുടെ ചുമതലകളെയും ആർട്ടിക്കിളുകളെയും കുറിച്ച് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മെയിൻ ആർട്ടിക്കിളാണ് 148 സത്യപ്രതിജ്ഞാ നിയമനം CAGയെ കുറിച്ച് പറയുന്നത്. ആർട്ടിക്കിൾ 148 149 ചുമതലകളും അധികാരങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. 150 എന്താ പറയുന്നത്? ഇദ്ദേഹത്തിന്റെ ഉപദേശപ്രകാരം രാഷ്ട്രപതി നിർദ്ദേശിക്കുന്ന രൂപത്തിലാണ് യൂണിയന്റെയും സംസ്ഥാനങ്ങളുടെയും അക്കൗണ്ടുകൾ സൂക്ഷിക്കുന്നത് എന്നതിനെ കുറിച്ച് പറയുന്നതാണ് ആർട്ടിക്കിൾ 150 എന്ന് പറയുന്നത്. 151 പറയുന്നത് ഓഡിറ്റ് റിപ്പോർട്ടുകൾ കൈകാര്യം ചെയ്യുന്നതിനെ കുറിച്ചിട്ടും അതുപോലെ യൂണിയന്റെ കണക്കുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള CAGയുടെ റിപ്പോർട്ടുകൾ രാഷ്ട്രപതിക്ക് സമർപ്പിക്കുന്നതിനെ കുറിച്ചിട്ടും അത് പാർലമെന്റിലെ ഓരോ സഭയ്ക്കും മുമ്പാകെ വെക്കുന്നതിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 151 എന്ന് പറയുന്നത്. അടുത്തതാണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത്. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏത് ഭാഗത്തിലാണ് വരുന്നത്? ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വരുന്നത് 15-ാം ഭാഗത്തിലാണ്. ആർട്ടിക്കിൾ 324 പ്രകാരമാണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പറയുന്നത്. ആർട്ടിക്കിൾ 324 പ്രകാരമാണ്. അപ്പോൾ 1950 ജനുവരി 25-നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്ഥാപിതമായത്. 1950 ജനുവരി 25-ന് സ്ഥാപിതമായി. 15-ാം ഭാഗത്തിൽ ആർട്ടിക്കിൾ 324 പ്രകാരമാണ് തെരഞ്ഞെടുപ്പുകളും മേൽനോട്ടവും മാർഗനിർദ്ദേശവും നിയന്ത്രണം തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിക്ഷിപ്തമായിരിക്കുമെന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 324 എന്ന് പറയുന്നത്. ഇനി ആർട്ടിക്കിൾ 325 എന്താ പറയുന്നത്? ആർട്ടിക്കിൾ 325 പറയുന്നത് മതം, വർഗം, ജാതി, ലിംഗം എന്നിവ കാരണമായി യാതൊരാളും തെരഞ്ഞെടുപ്പ് പട്ടികയിൽ ഉൾപ്പെടുന്നതിന് അനർഹനായിരിക്കുന്നതോ ഒരു വിശേഷാൽ പട്ടികയിൽ അയാളെ ഉൾപ്പെടുത്തണമെന്ന് അവകാശപ്പെടാനാവുന്നതോ അല്ല എന്നതാണ് ആർട്ടിക്കിൾ 325 പറയുന്നത്. അതായത് ഏതിന്റെ കാരണത്താലും മതം, വർഗം, ജാതി, ലിംഗം എന്നിവയിൽ നിന്ന് ഒരു കാരണത്താലും അവരെ ഉൾപ്പെടുത്താതിരിക്കാൻ പാടില്ല എന്ന് പറയുന്നതാണ്. ആ കാരണം കൊണ്ട് അവരെ വോട്ടർ പട്ടികയിൽ നിന്ന് മാറ്റി നിർത്താൻ പാടില്ല എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 325 എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 326 എന്താ പറയുന്നത്? ആർട്ടിക്കിൾ 326 പറയുന്നത് ലോകസഭയിലേക്കും സംസ്ഥാനങ്ങളിലെ നിയമസഭയിലേക്കുമുള്ള തെരഞ്ഞെടുപ്പുകൾ പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം എന്ന് പറയുന്ന ആർട്ടിക്കിൾ 326. അപ്പോൾ പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലാവണം എന്ന് പറയുന്ന ആർട്ടിക്കിൾ എത്രയാണ്? ആർട്ടിക്കിൾ 326 ഇമ്പോർട്ടൻ്റ് ആണ്. ആർട്ടിക്കിൾ 326 എന്ന് പറയുന്നത് ലോക്സഭയിലേക്കും സംസ്ഥാന നിയമസഭയിലേക്കുമുള്ള തെരഞ്ഞെടുപ്പുകൾ പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം എന്ന് പറയുന്നത്. പിന്നെ ആർട്ടിക്കിൾ 327 എന്താ പറയുന്നത്? നിയമനിർമ്മാണ മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ സംബന്ധിച്ച് വ്യവസ്ഥയുണ്ടാക്കാൻ പാർലമെന്റിനുള്ള അധികാരത്തെക്കുറിച്ച് പറയുന്നതാണ് ആർട്ടിക്കിൾ 327 എന്ന് പറയുന്നത്. അതുപോലെ ആർട്ടിക്കിൾ 328 ഒരു സംസ്ഥാനത്തിന്റെ നിയമനിർമ്മാണ മണ്ഡലത്തിന് അങ്ങനെയുള്ള നിയമനിർമ്മാണ മണ്ഡലത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ സംബന്ധിച്ച് വ്യവസ്ഥയുണ്ടാക്കാനുള്ള അധികാരത്തെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 328. ആർട്ടിക്കിൾ 329 തെരഞ്ഞെടുപ്പ് വിഷയങ്ങളിൽ കോടതികളുടെ ഇടപെടലിന് വിലക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 329 എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിളാണ്. അതിൽ പ്രായപൂർത്തി വോട്ടവകാശം എന്നത് ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് ഓർത്ത് വയ്ക്കുക. ആർട്ടിക്കിൾ 326 അതുപോലെ ആർട്ടിക്കിൾ 325 മതം, വർഗം, ജാതി, ലിംഗം എന്നിവയിൽ നിന്ന് ആരെയും മാറ്റി നിർത്താൻ പാടില്ല എന്നതും. ആർട്ടിക്കിൾ 324 തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പറയുന്നതാണ് ആർട്ടിക്കിൾ 324 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പറയുമ്പോൾ അതുപോലെ പറയേണ്ട ഒന്നാണ് എന്ത്? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 243 പ്രകാരമാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുകൾ രൂപീകരിച്ചത്. ആർട്ടിക്കിൾ 243 പ്രകാരമാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകരിച്ചിട്ടുള്ളത്. നമ്മൾ പഞ്ചായത്ത് രാജ് പറഞ്ഞപ്പോൾ ആ ക്ലാസ് എടുത്തപ്പോൾ ICRT ചാർട്ടർ എടുത്തപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചിട്ടൊക്കെ. പഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പൊക്കെ നടത്തുന്ന അവരാണ്. അത് 243 പ്രകാരമാവും. അതുപോലെ മുനിസിപ്പാലിറ്റിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്നത് 243 പ്രകാരമാണ് എന്നുള്ളതൊക്കെ നമ്മൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ എത്രയാണ്? ആർട്ടിക്കിൾ 243 243 ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്. ഇത് മാത്രമല്ല, നമുക്ക് ഇനിയും കുറേ കാര്യങ്ങൾ കൂടി ഇനി നോക്കാനുണ്ട്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ, ധനകാര്യ കമ്മീഷൻ, അതുപോലെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ, അങ്ങനെ കുറേ കാര്യങ്ങളും കൂടി നമുക്ക് ഇതിൽ നോക്കാനുണ്ട്.
അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. കാരണം അത്യാവശ്യം പറഞ്ഞതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്. നമുക്ക് ഒരുപാട് പറഞ്ഞെല്ലാം കൂടെ കൺഫ്യൂഷൻ ആക്കണ്ട എന്നതുകൊണ്ട് മാത്രമാണ് ഇവിടെ നിർത്തുന്നത്. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി വരുന്നത് വരെ ഓക്കെ ബൈ.